ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SLC സോഷ്യൽ സയൻസിലെ ഓണം എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഷുവറായിട്ട് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് നോക്കാൻ പോകുന്ന അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. ഫസ്റ്റ് പോർഷനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബ്രിട്ടീഷുകാർ അമേരിക്കയിലോട്ട് എത്തിച്ചേരുകയും അവിടെ കോളനികൾ സ്ഥാപിക്കാൻ തുടങ്ങുകയും ചെയ്തു. എന്ത് ചെയ്യുന്നുണ്ട്, 18-ാം നൂറ്റാണ്ടായതോടുകൂടി അമേരിക്കയിലെ ബ്രിട്ടീഷുകാർ ഏകദേശം 13 കോളനികൾ സ്ഥാപിച്ചു. അതിനുശേഷം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കച്ചവടത്തിനായിട്ട് അവർ കുറേ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് ഇതിനെയാണ് മെർക്കൻ്റലിസ്റ്റ് ലോസ് എന്ന് പറയുന്നത്. എന്താണ് മെർക്കൻ്റലിസ്റ്റ് ലോ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എന്താണ് മെർക്കൻ്റലിസ്റ്റ് ലോ എന്ന് ചോദിക്കാം. അതിനകത്ത് വരുന്ന ലോകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, വായിച്ച് നോക്കുക. അടുത്തതായിട്ട് കുറച്ച് തിങ്കേഴ്സും അവരുടെ ഐഡിയോളജീസുമാണ് നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് തോമസ് പെയിൻ പറഞ്ഞ കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര അധികം നാൾ കീഴടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് തോമസ് പെയിൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണിത് പറഞ്ഞത് എന്ന് പറയുന്ന വൺ വേർഡിന് ചോദിക്കാം. അതുപോലെ തന്നെ കോമൺ സെൻസ് എന്ന ലഘുലേഖ തയ്യാറാക്കിയതും ആര് തന്നെയാണ്? തോമസ് പെയിൻ തന്നെയാണ്. എന്താണ് കോമൺ സെൻസ് എന്ന ലഘുലേഖ തയ്യാറാക്കിയതും തോമസ് പെയിൻ തന്നെയാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു അമേരിക്കൻ ഇൻഡിപെൻഡൻസിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്താണ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. 2 കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഉണ്ട്. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസും സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസും. ഓക്കെ, അപ്പോൾ എന്താണ് ഈ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്? അമേരിക്കയിലുള്ള എല്ലാ കോളനീസും, നമ്മൾ 13 കോളനീസ് ഉണ്ടെന്ന്, ഈ 13 കോളനീസിലെ എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ ബ്രിട്ടീഷുകാരുടെ നയങ്ങൾക്കെതിരെ, പോളിസികൾക്കെതിരെ നടത്തിയ പ്രതിഷേധ യോഗമാണ് എന്തെന്ന് പറയുന്നത് ഈ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ആദ്യത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ത് ചെയ്തു? 1774 ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം നടന്നത്. 1774 ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ്. രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസും എവിടെ വെച്ച് തന്നെയാണ്? ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. 1775 ജൂലൈ 5-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്? അത് നടക്കുന്നത്. ഈ ഒരു കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിലാണ് എന്ത് ചെയ്തത്? അവർ ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ സമർപ്പിച്ചത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടാമത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കോണ്ടിനെൻ്റൽ ആർമിയുടെ തലവനായിട്ട് ജോർജ് വാഷിങ്ടണിനെ സെലക്ട് ചെയ്യുന്നത് രണ്ടാമത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിലാണ്. ലാസ്റ്റായിട്ട് അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന എപ്പോഴാണ്? 1776 ജൂലൈയിലാണ് അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. 1783 പാരീസ് ഉടമ്പടി പ്രകാരമാണ് അമേരിക്കൻ കോളനികൾ സ്വതന്ത്രമായത്. ഏത് ഉടമ്പടിയാണ്? 1783 പാരീസ് ഉടമ്പടി പ്രകാരമാണ് അമേരിക്കൻ കോളനികൾ സ്വതന്ത്രമായത്. ലാസ്റ്റായിട്ട് നമ്മുടെ അമേരിക്കൻ റവല്യൂഷൻ എങ്ങനെയാണ് ബാക്കിയുള്ള റവല്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു 3-4 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ജസ്റ്റ് വായിച്ച് വെച്ചേക്കുക. ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അമേരിക്കൻ റവല്യൂഷനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അടുത്തതായിട്ട് നടന്ന റവല്യൂഷനാണ് ഏതെന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ളത് ഫ്രഞ്ച് റവല്യൂഷൻ. എന്താണ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത്? സ്വേച്ഛാധിപത്യ രാജവാഴ്ചയ്ക്കും ഫ്യൂഡൽ വ്യവസ്ഥകൾക്കുമെതിരെ 1789 ഫ്രാൻസിൽ നടന്ന വിപ്ലവത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രഞ്ചിലെ സൊസൈറ്റീനെ പ്രധാനമായിട്ടും 3 എസ്റ്റേറ്റുകൾ മൂന്നായിട്ട് തിരിച്ചിരുന്നു. അതിനെ എസ്റ്റേറ്റുകൾ എന്നാണ് വിളിച്ചിരുന്നത്. ഓരോ എസ്റ്റേറ്റ്, ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ക്ലർജി, രണ്ടാമത്തെ എസ്റ്റേറ്റ് നൊബിലിറ്റി, മൂന്നാമത്തത് മിഡിൽ ക്ലാസ് പീപ്പിൾസ് ആണ് ഉൾക്കൊള്ളുന്നത്. ഓരോ എസ്റ്റേറ്റിൻ്റെയും പ്രത്യേകതകൾ വ്യക്തമായിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതൊന്ന് കയറി കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണിത്. അടുത്തതായിട്ട് ഫ്രഞ്ച് സൊസൈറ്റിയിലെ തിങ്കേഴ്സും അവരുടെ ഐഡിയോളജീസിനെ കുറിച്ചാണ് പറയുന്നത്. പ്രധാനമായിട്ടും 3 ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്: വോൾട്ടേർ, റൂസോ, മോണ്ടസ്ക്യൂ. ഇവർ 3 പേര് അവരുടെ എന്ത് ചെയ്യുന്നുണ്ട്, ഐഡിയോളജീസ് അതിനകത്ത് പറയുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വർഷത്തെ ഓണം എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണിത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് പോവുക. അടുത്തായിട്ട് നമ്മൾ എന്താണ് ഫ്രഞ്ച് റവല്യൂഷനിലേക്ക് നയിച്ച കാരണം എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ ഫ്രാൻസ് രാജാക്കന്മാരുടെയും അവിടുത്തെ പ്രഭുക്കന്മാരുടെയും ധൂർത്ത് കാരണവും അതേസമയം തന്നെ ഉണ്ടായ വരൾച്ചയും കൃഷിനാശവും കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രാൻസ് വളരെ വലിയൊരു കടക്കെണിയിൽ പെട്ടുപോവുകയാണ്. അപ്പം ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, അന്നത്തെ രാജാവായ ലൂയി 16 എന്ത് ചെയ്യുന്നുണ്ട്, ജനങ്ങൾക്ക് മേൽ പുതിയ ടാക്സ് ഏർപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചു. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, 1789
1950 സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. എന്താണ് ഈ സ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്നത്? നമ്മുടെ ഫ്രഞ്ച് സൊസൈറ്റിയിലെ 3 എസ്റ്റേറ്റിനെയും കൂടെ ചേർത്തിട്ടുള്ള ഒരു അസംബ്ലിയാണ് ഏതെന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ജനറലിലെ ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾ ഒത്തുചേർന്ന് നിൽക്കുകയും എപ്പോഴും 3ാമത്തെ എസ്റ്റേറ്റിൻ്റെ ആവശ്യങ്ങൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, നടപ്പിലാക്കാതെ അവരുടെ മാത്രം ആവശ്യങ്ങൾ നടപ്പിലാക്കാനും തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് 3ാമത്തെ എസ്റ്റേറ്റ് എതിർക്കുകയും അവരെന്ത് ചെയ്യുന്നു, ഓരോ വ്യക്തികൾക്കും എസ്റ്റേറ്റിലുള്ള ഓരോ വ്യക്തികൾക്കും ഓരോ വോട്ട് എന്നുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും 1ാമത്തെ 2ാമത്തെ എസ്റ്റേറ്റിന് ഇതിനോട് എതിർപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അവരിത് അംഗീകരിച്ചില്ല. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, നമ്മുടെ 3rd എസ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ജനറൽ അസംബ്ലി എന്ത് ചെയ്യുന്നുണ്ട്, ബഹിഷ്കരിക്കുകയും അവരവിടെ നിന്ന് ഇറങ്ങി എന്ത് ചെയ്യുന്നുണ്ട്, തൊട്ടടുത്തിട്ടുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ഫ്രാൻസിന് ഇനി ഒരു ഭരണഘടന ഉണ്ടാകുന്നത് വരെ അവിടെ നിന്ന് പിരിഞ്ഞു പോവില്ല എന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. ഇതിനെയാണ്, ഈ ഒരു പ്രതിജ്ഞയാണ് എന്തെന്ന് പറയുന്നത്, ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് ടെന്നീസ് കോർട്ട് ഓത്ത്. തുടർന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ബാസ്റ്റൈൻ ജയിൽ പതനവും അതിനുശേഷമുള്ള എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആയിരക്കണക്കിന് സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്, പാരീസ് തെരുവുകളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, മാർച്ച് നടത്തി ഇവിടെ നമ്മുടെ വെർസലീസ് പാലസിലോട്ട് നടത്തിയ മാർച്ച് നടക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഏറ്റവും അവസാനം നമ്മുടെ ഫ്രാൻസിന് സ്വാതന്ത്ര്യം ലഭിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞതാണ്. ഇതൊക്കെ എന്ത് ചെയ്യുന്നത്, ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ച് നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രഞ്ച് റവല്യൂഷനിൽ ഏറ്റവും ലാസ്റ്റായിട്ട് പറയാനുള്ളത് ഫ്രഞ്ച് റവല്യൂഷൻ എങ്ങനെയാണ് ബാക്കി പിന്നീടുണ്ടായ ലോകത്തുണ്ടായ റവല്യൂഷൻസിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്നുള്ളതാണ്. ഒരു 6-7 പോയിൻ്റ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ജസ്റ്റ് വായിച്ച് വെച്ചേക്കുക, സിമ്പിളാണ്. ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകേണ്ട മറ്റൊരു സാധനമാണ് എന്തെന്ന് പറയുന്നത്, നെപ്പോളിയൻ്റെ ഭരണപരിഷ്കാരങ്ങൾ. ഒരു 6 എണ്ണം ഉണ്ട് മെയിനായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നത്. അതൊന്ന് ജസ്റ്റ് വെച്ചേക്കുക, ചിലപ്പോൾ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ നെപ്പോളിയനെ യൂറോപ്യൻ അലയൻസ് തോൽപ്പിച്ചത് ഏത് യുദ്ധത്തിലാണ്? ബാറ്റിൽ ഓഫ് വാട്ടർലൂ ആണ്. 1815 നടന്ന ബാറ്റിൽ ഓഫ് വാട്ടർലൂ എന്ന് പറയുന്ന യുദ്ധത്തിലാണ് എന്ത് ചെയ്തത്, നമ്മുടെ നെപ്പോളിയനെ നമ്മുടെ യൂറോപ്യൻ അലയൻസ് തോൽപ്പിച്ചത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് റഷ്യൻ റവല്യൂഷനാണ്. റഷ്യൻ റവല്യൂഷനിൽ നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറയുന്നത് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്ന ഇതിൻ്റെ ഫോർമേഷൻ തൊട്ടാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, റഷ്യൻ റവല്യൂഷൻ പഠിക്കാനായിട്ടുള്ളത്. 1898 എന്ത് ചെയ്യുന്നത്, ഈ ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി നിലവിൽ വന്നത്. എന്നാൽ പിൻകാലത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് മെൻഷേവിക് എന്നും മറ്റേത് ബോൾഷേവിക് എന്ന് പറഞ്ഞിട്ട് ഈ പാർട്ടി 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് എന്നാണ് 1905 മെൻഷേവിക്കിൻ്റെ ലീഡർ എന്ന് പറയുന്ന കെരൻസ്കിയും ബോൾഷേവിക്കിൻ്റെ ലീഡർ എന്ന് പറയുന്ന ലെനിനും ആയിരുന്നു. ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആ പാർട്ടി 1905 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഈ ഒരു സമയത്താണ് എന്ത് ചെയ്തത്, റഷ്യയും ജപ്പാനുമായിട്ടുള്ള ഒരു യുദ്ധം നടന്നത്. ഈ ഒരു യുദ്ധത്തിൽ എന്ത് ചെയ്തു, റഷ്യ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, തൊഴിലാളികൾ അവൻ്റെ രാജ്യത്തൊരു പ്രകടനം പ്രഖ്യാപിച്ചു. ഈ ഒരു പ്രകടനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, 100 കണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെടുകയുണ്ടായി. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബ്ലഡി സൺഡേ അല്ലെങ്കിൽ രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്നത് ഈ ഒരു സംഭവത്തിനെയാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനമായിട്ടൊരു 2 ടേംസ് നോക്കാം. എന്താണ് സോവിയറ്റുകളെന്ന്? സമരം നടത്താൻ രൂപീകരിച്ച തൊഴിലാളികളുടെ സംഘടനകളെയാണ് എന്തെന്ന് പറയുന്നത്, സോവിയറ്റുകൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഡ്യൂമ. എന്താണ് ഡ്യൂമ? റഷ്യൻ പാർലമെൻറ്റിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്, ഡ്യൂമ എന്നറിയപ്പെടുന്നത്. 1905 എന്ത് ചെയ്യുന്നത്, ഈ ഡ്യൂമ സ്ഥാപിതമായത്. റഷ്യൻ റവല്യൂഷന് കാരണമായ സംഭവങ്ങളാണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1914 എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അന്നത്തെ ചക്രവർത്തിയായിട്ടുള്ള സർ ചക്രവർത്തി ആയിട്ടുള്ള നിക്കോളാസ് 11 എന്ത് ചെയ്യുന്നുണ്ട്, 1ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ യുദ്ധത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ജർമ്മനിയുമായി യുദ്ധം ചെയ്യുകയും അവർ എന്ത് ചെയ്യുന്നുണ്ട്, വൻ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തു. ഇതെന്ത് ചെയ്യുന്നുണ്ട്, റഷ്യക്ക് വലിയൊരു തിരിച്ചടിയായി. കാരണം റഷ്യക്ക് ഭയങ്കര സാമ്പത്തികമായിട്ടുള്ള വളരെ വലിയ പ്രതിസന്ധി ഉണ്ടാവുകയും സാമ്പത്തികമായി റഷ്യ തകരുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ 1917 റഷ്യ ദൗർലഭ്യം രൂക്ഷമാവുകയാണ് ഉണ്ടായത്. ഇത് എന്തിലേക്ക് നയിച്ചു, ഫെബ്രുവരി റവല്യൂഷനിലോട്ട് നയിച്ചു. ഈ ഒരു ഇൻസിഡൻറ്റ് എന്തിലായിട്ടാണ് നയിച്ചത്, ഫെബ്രുവരി റവല്യൂഷനിലായിട്ടാണ് നയിച്ചത്. ആക്ച്വലി ഇത് മാർച്ചിലാണ് നടക്കുന്നത്. പക്ഷേ നമ്മളിത് നോക്കുന്നത് റഷ്യൻ കലണ്ടർ പ്രകാരമായതുകൊണ്ടാണ് നമ്മൾ ഇതിന് എന്തെന്നറിയപ്പെടുന്നത്, ഫെബ്രുവരി റവല്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഒരു റവല്യൂഷൻ്റെ ഭാഗമായിട്ട് എന്ത് പറ്റി, നിക്കോളാസ് 11 ചക്രവർത്തി എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥാനം ഒഴിയുകയും കെരൻസ്കിയുടെ നേതൃത്വത്തിലുള്ള താൽക്കാലിക ഗവൺമെൻറ് അധികാരം ഏറ്റെടുക്കുകയും ചെയ്തു. ഓക്കെ,
പക്ഷേ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, കെരൻസ്കിയുടെ നേതൃത്വത്തിലുള്ള മെൻഷേവിക് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മികച്ച ഒരു ഭരണം നടത്താനൊന്നും സാധിച്ചിരുന്നില്ല. അതിനാൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത ഒരു റവല്യൂഷൻ നടക്കുകയാണ്. അതിനെയാണ് എന്ത് ചെയ്യുന്നുണ്ട്, ഒക്ടോബർ റവല്യൂഷൻ എന്ന് പറയുന്നത്. ബോൾഷേവിക്കിൻ്റെ ലീഡറായിട്ടുള്ള ലെനിനാണ് എന്ത് ചെയ്യുന്നത്, ഇതിന് നേതൃത്വം നൽകുന്നത്. ഈ ഒരു റവല്യൂഷൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുകയാണ്, റഷ്യ ആരുടെ കൺട്രോളിൽ വരികയാണ്, ബോൾഷേവിക്കിൻ്റെ കൺട്രോളിൽ വരികയാണ്. ഇങ്ങനെ ഈ ഒരു റവല്യൂഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒക്ടോബർ റവല്യൂഷൻ. അപ്പം നമ്മൾ രണ്ട് റവല്യൂഷൻ നമ്മൾ റഷ്യൻ റവല്യൂഷൻ പഠിക്കുമ്പോൾ പറയും, ഒന്ന് ഫെബ്രുവരി റവല്യൂഷന്, മറ്റൊന്ന് ഒക്ടോബർ റവല്യൂഷന്. ഫെബ്രുവരി റവല്യൂഷനിൽ ആരാണ്, കെരൻസ്കിയാണ് എന്ത് ചെയ്യുന്നത്, അധികാരം ഏറ്റെടുക്കുന്ന ആര്, മെൻഷേവിക്കിൻ്റെ. അതിനുശേഷം ഒക്ടോബർ റവല്യൂഷനിലാണ് ആരുള്ളത്, നമ്മുടെ ലെനിൻ്റെ ബോൾഷേവിക്ക് എന്ത് ചെയ്യുന്നത്, അധികാരം പിടിച്ചെടുക്കുന്നത്. ലാസ്റ്റായിട്ട് റഷ്യൻ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് സംഭവിച്ച മാറ്റങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകതകളെക്കുറിച്ച് ലാസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് വായിച്ച് വെച്ചേക്കുക, കുറച്ചധികം പോയിൻറ്റ്സ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ചൈനീസ് റവല്യൂഷനാണ്. ചൈനീസ് റവല്യൂഷനിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഒന്ന് ഒപ്പിയൻ ട്രേഡും മറ്റേത് ഓപ്പൺ ഡോർ പോളിസിയാണ്. എന്താണ് ഒപ്പിയൻ ട്രേഡ് എന്ന് പറയുന്നത്, നമ്മുടെ ചൈനയും ഇംഗ്ലണ്ടുമായിട്ട് നടന്നിരുന്ന ഒരു യുദ്ധമാണ് എന്തെന്ന് പറയുന്നത്, ഈ കറുപ്പ് യുദ്ധം അല്ലെങ്കിൽ ഒപ്പിയം ട്രേഡ് എന്ന് പറയുന്നത്. ഒപ്പിയം എന്ന് പറയുന്നത് എന്താണ്, ഒരു ലഹരി വസ്തുവാണ്. ഇതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇംഗ്ലണ്ട് ഇല്ലീഗലായിട്ട് ചൈനയിൽ ഇറക്കുമതി ചെയ്യുകയും അത് ലോക്കലി സപ്ലൈ ചെയ്യുകയും ചെയ്തു. ഇത് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ചൈനയിലെ ആൾക്കാർ മെൻ്റലി അഫക്റ്റ് ചെയ്യപ്പെടുകയും അത് ചൈനയുടെ എന്ത് ചെയ്യുന്നുണ്ട്, വെൽത്തിനെ തന്നെ ബാധിക്കുന്ന രീതിയിലാവുകയും ചെയ്തു. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, എക്കണോമിക്കലി ചൈനയെ തകർക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തോടു കൂടി ഇംഗ്ലണ്ട് ചെയ്ത ഒരു ട്രേഡിനാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒപ്പിയം ട്രേഡ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ്, ഓപ്പൺ ഡോർ പോളിസി എന്താണെന്നാണ്. നമ്മുടെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ജോൺ ഹേ പ്രപ്പോസ് ചെയ്ത ഒരു പോളിസിയാണ് എന്തെന്ന് പറയുന്നത്, ഈ ഓപ്പൺ ഡോർ പോളിസി. ഈ ഓപ്പൺ ഡോർ പോളിസി പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, ചൈനയിലെ എല്ലാ രാജ്യങ്ങൾക്കും തുല്യമായ അവകാശമാണുള്ളത്. എന്തിന്, ട്രേഡിന്. ചൈനയിലെ എല്ലാ രാജ്യങ്ങൾക്കും ട്രേഡ് ചെയ്യാനുള്ള തുല്യ അവകാശം ഉണ്ടെന്ന്, എല്ലാവർക്കും അവിടെ ട്രേഡ് ചെയ്യാൻ സാധിക്കണം എന്നും പറയുന്ന ഒരു പോളിസിയാണ് എന്ന് പറയുന്നത് ഈ ഓപ്പൺ ഡോർ പോളിസി എന്ന് പറയുന്നത്. ഇത് പ്രപ്പോസ് ചെയ്ത അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ ഹേ ആയിരുന്നു. നമുക്കിനി ചൈനീസ് റവല്യൂഷനിലോട്ട് കിടക്കാം. അപ്പോൾ ചൈനീസ് റവല്യൂഷനിലെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ മൈഞ്ചു ഡൈനാസ്റ്റിയുടെ ഭരണം നടത്തുന്ന സ്ഥലത്താണ്. എന്ത് ചെയ്യുന്നുണ്ട്, മൈഞ്ചു ഡൈനാസ്റ്റിയുടെ ഭരണത്തിനെ എതിർത്തുകൊണ്ട് ആദ്യമായിട്ടൊരു എന്ത് ചെയ്യുന്നത്, റെബല്യൻ നടന്നതാണ് ബോക്സർ റെബല്യൻ എന്ന് പറയുന്നത്. ഈ റെബല്യൻ അവരുടെ എന്ത് ചെയ്യുന്നുണ്ട്, എംബ്ലം എന്ന് പറയുന്നത് ബോക്സേഴ്സ് ഫിസ്റ്റ് ആയിരുന്നു, അതായത് ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു. അതുകൊണ്ടാണ് ഇതിന് എന്തെന്ന് പേര് വന്നത്, ബോക്സേഴ്സ് റെബല്യൻ എന്ന് പേര് വരാൻ കാരണം. പക്ഷേ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഒരു പരാജയമായിരുന്നു. ശേഷം ഇതിന് ശേഷം 1911 സന്യാസിൻ്റെ നേതൃത്വത്തിൽ അടുത്ത എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റവല്യൂഷൻ നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കുമിങ്താങ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി ഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മഞ്ചു ഡൈനാസ്റ്റിയുടെ ഭരണം അവസാനിക്കുന്നു. ഈ കുമിങ്താങ് പാർട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ചൈനയുടെ ഭരണം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഇതിന് ശേഷമാണ് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫോം ചെയ്യുന്നത്. 1921 അത് സ്ഥാപിക്കുന്നത്. തുടക്ക കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കുമിങ്താങ്ങും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം സഹകരിച്ച് തന്നെയാണ് പോയത്. പക്ഷേ 1925 എന്ത് ചെയ്തു, നമ്മുടെ സന്യാസൻ അന്തരിക്കുകയും അടുത്തതായിട്ട് ചിയാങ് കൈഷക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഭരണത്തലവനാവുകയും ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സമയത്താണ് കുമിങ്താങ്ങും കമ്മ്യൂണിസ്റ്റും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ശത്രുക്കളായി മാറുന്നത്. കാരണം എന്ത് ചെയ്തെന്ന് ചെയ്യാൻ കൈഷക്ക് കമ്മ്യൂണിസ്റ്റുകളെ എന്ത് ചെയ്യാൻ തുടങ്ങി, വേട്ടയാടാൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് കുമിങ്താങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും എതിരാവുകയും അവർ എന്ത് ചെയ്യുന്നുണ്ട്, ചൈനയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമരത്തിലോട്ട് നീങ്ങുകയും ചെയ്തു. അങ്ങനെ മാവോ സേങ് തൂങ്ങിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു മാർച്ചിനെയാണ് നമ്മൾ ലോങ് മാർച്ച് എന്ന് പറയുന്നത്. ഇത് 1934 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചൈനയിലെ കിയാങ്സി മുതൽ ഷെൻസി വരെ നീണ്ടു നിൽക്കുന്ന ഏകദേശം 12,000 കിലോമീറ്ററോളം ദൂരം ഉണ്ടായിരുന്ന ഒരു മാർച്ചാണ് ഈ ലോങ് മാർച്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, 1949 ഒക്ടോബർ 1 ചൈന റിപ്പബ്ലിക്കായി മാറി. അടുത്തതായിട്ട് വരുന്ന റെവല്യൂഷനാണ് എന്ന് പറയുന്നത് ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻസ്. നമ്മുടെ സ്പാനിഷും പോർച്ചുഗീസും എന്ത് ചെയ്തു, നമ്മുടെ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിനെ കോളനൈസ് ചെയ്തു. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അവർ അവിടുത്തെ റിസോഴ്സ് ചൂഷണം ചെയ്യാനായിട്ട് തുടങ്ങി. അതിനേക്കാളുപരി എന്ത് ചെയ്തു, അവരുടെ കൾച്ചർ, അതായത് സ്പാനിഷും പോർച്ചുഗീസും കൾച്ചർ എന്ത് ചെയ്യാൻ തുടങ്ങി, അവരുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങി. അവരുടെ ലാംഗ്വേജ്, അവരുടെ റിലീജിയൻ, അവരുടെ കസ്റ്റംസ് ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, അവിടെ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ സ്പാനിഷും പോർച്ചുഗീസും സ്റ്റൈലിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഹൗസും ചർച്ചസും ഒക്കെ വയ്ക്കാനായിട്ട്
ചെയ്യാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ അവിടുത്തെ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൻ്റെ റിസോഴ്സ് മുഴുവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇവർ ലൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെതിരെ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് എന്ത് ചെയ്യുന്നുണ്ട്, സമരം നടത്തുകയും അതിൻ്റെ ഫലമായിട്ട് അവർക്ക് ഇൻഡിപെൻഡൻസ് നേടുകയും ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൽ ഫസ്റ്റ് യൂണിറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രധാനമായിട്ട് ഇവിടെ 5 റെവല്യൂഷൻസിനെ കുറിച്ച് പറഞ്ഞ് അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.